ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും. അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നാണ്. പക്ഷേ സത്യം വിജയിക്കണം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നിപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് സജന, ഫിറോസ് ഖാൻ, റസൂൽ, ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം സജന ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 9 ആഴ്ച ഗർഭിണിയാണ് എന്നുള്ള, അതിനൊപ്പം റസൂൽ പൂക്കുട്ടിയുടെയും കൂടെ ചേർത്തുള്ള ഒരു ചിത്രം കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് വളരെ വിവാദമായ ഒരു വിഷയമാണ്. പിന്നീട് സജന അതിന് എക്സ്പ്ലനേഷനായിട്ട് വന്നിരുന്നു. തൻ്റെ അറിവോടെയല്ല, ഇത് തൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു എന്ന്. പിന്നീട് മുഖ്യമന്ത്രിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. സജന മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് പരാതി രേഖപ്പെടുത്തിയെന്നും പറഞ്ഞുള്ള ഒരു വിശദീകരണമായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നത്. അതിനുശേഷം ഫിറോസ് ഖാൻ, സജനയുടെ മുൻ ഭർത്താവായ ഫിറോസ് ഖാൻ DGPയുടെ അടുത്ത് ചെന്ന് പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് തന്നെ കൊലപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ സജനയുമായി ബന്ധപ്പെട്ട് റസൂലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ആയിട്ടാണ് അദ്ദേഹം ചെന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഫിറോസ് ഖാൻ ഇന്നലെ ഒരു വളരെയധികം ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ സജനയുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഈ സജനയുടെ ഒളിച്ചോട്ടവും പ്രേമവും ഒക്കെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ സജനയെ വിവാഹം ആലോചിച്ചപ്പോൾ സജനയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ്റെ അടുത്ത് ചെന്ന് ആലോചിച്ചു. അപ്പോൾ ചോദിച്ചു സജനയെക്കുറിച്ച്. അപ്പോൾ നല്ല ഒരു കാര്യം, നല്ല ഇതായിട്ടാണ് സജനയെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് വിവാഹം കഴിച്ചു. ആ ഒരു വിശദീകരണമൊക്കെ കേട്ടപ്പോഴത്തേക്കിന് മോശമല്ല, നല്ലതായിട്ടുള്ള അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ സജനയെ വിവാഹം കഴിച്ചു എന്നാണ്. പിന്നീടാണ് അറിയുന്നത് ഈ അന്വേഷിച്ച ആ പയ്യനും സജനയും തമ്മിലുള്ള അവിഹിതവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തേക്ക് വന്നു. പിന്നീട് സജന ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി. ആ ആൽബത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടുത്തെ നിർമ്മാതാവുമായിട്ട് സജനയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നു. അത് പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പം പിന്നീട് ഡയറക്ടറുമായിട്ട് സജനയ്ക്ക് അടുപ്പമുണ്ടായി എന്നും അങ്ങനെയൊക്കെയുള്ള സജനയെക്കുറിച്ചുള്ള പല അവിഹിത കാര്യങ്ങളും അറിയാൻ സാധിച്ചു. പിന്നെ ഇപ്പം അവസാനം റസൂൽ പൂക്കുറ്റിയുമായിട്ട് ആദ്യം ഒരു സജന റസൂൽ പൂക്കുറ്റിയിൽ നിന്ന് പ്രഗ്നൻ്റ് ആയെന്നും അത് അബോർഷൻ ചെയ്ത് കളഞ്ഞുവെന്നും പിന്നീട് ഇപ്പം 2ാമത്തെ പ്രഗ്നൻസിയാണ് സജനയ്ക്ക് റസൂലുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സജനയും റസൂലും തമ്മിലുള്ള ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ സജന കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. അത് കഴിയുമ്പം പിന്നെ അവർ തമ്മിൽ പിന്നെ അടുപ്പമാകുമ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്യും. ഇതാണ് സജനയുടെ ഒരു സ്വഭാവം. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഈ ഫിറോസ് ഖാൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു റസൂലിനെ കുറിച്ച് നല്ലതായിട്ട് പറയണം എന്നൊക്കെ പറയണമെന്ന്. അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സജന റസൂലും ഈ സജനയും തമ്മിലുള്ള ആ ഓഡിയോ സന്ദേശം അയക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവായിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സന്ദേശമാണ് ഇപ്പം ഫിറോസ് ഖാൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ സജനയുടെ ഗർഭത്തിന് ഉത്തരവാദി ഫിറോസ് ഖാൻ റസൂൽ പൂക്കുറ്റിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു സന്ദേശത്തിൽ ഈ റസൂൽ ഇതും വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിയാൻ ശ്രമിക്കുന്നതും സജനയുടെ മറുപടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുത്ത ഒരു രീതിയിലുള്ള മറുപടിയാണ്. കേട്ടിരുന്ന ചെവി തന്നെ തരിച്ചു പോകുന്ന രീതിയിലുള്ള സംസാര രീതിയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഡിവോഴ്സ് എന്ന് സജന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡ് ആണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യണം. സജന എന്നെ വിളിക്കുന്നു.
എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് നിനക്ക് നാണമില്ല ഇങ്ങനെ എൻ്റെ കൂടെ പറയാൻ, എനിക്ക് അങ്ങനെ എന്ത് പേരാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ചെയ്ത ചാനലിൽ വന്നിട്ട് പറയണം റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തിയെന്ന് പറയണം. ഞാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല, നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴിക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പം ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക, എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്, ഞാനും ഇതിനകത്ത് അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനായ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജിനായ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇൻഡയറക്റ്റാണ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കുമെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജിനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ റസൂൽ പൂക്കുട്ടിക്ക് വാരി തീർക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജിന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജിന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജിനയുമായി സജിനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു, ഇവിടെ റസൂൽ പൂക്കുട്ടിയോട്. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ് സജിന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ, അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, ഇതെല്ലാം വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്, അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് എല്ലാം. ഞാൻ കുടുംബക്കാരെ വിടാം, നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ല ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്. ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡോ.
എന്ത് നിങ്ങൾ കുഞ്ഞ് പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീന ബീബി സുരേഷ് ആ ഒരു ദമ്പതികളുടെ ആ ഒരു മരണം, ആ ഒരു സംഭവമാണ് ഓർക്കുന്നത്. പലരിൽ നിന്നും പിടിച്ചുകൊണ്ട് നിന്ന് ഈ ഭർത്താവിന് വളരെ അമിതമായ സ്നേഹമാണ്. അതുകൊണ്ട് ഭാര്യനെ പുറത്തേക്ക് വിടുകയില്ല, സംശയം ഈ പലരുമായിട്ട് അടുപ്പമുള്ളത്. എന്നാലും അദ്ദേഹം ആ സ്ത്രീയെ ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ കുട്ടികളുടെ അമ്മ, താൻ ഒരു കാലത്ത് സ്നേഹിച്ച് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ച ആ സ്ത്രീ എന്നുള്ളൊരു സ്നേഹം കൊണ്ട് വീണ്ടും പലരുടെ അടുത്തൂടെയും പോയി നടന്ന ആ സ്ത്രീനെ വീണ്ടും വീട്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞതുപോലെ ആണ് ഈ ഒരു സ്ത്രീയുടെയും കാര്യം. ഇവർക്ക് 2 മക്കൾ നിലവിലുള്ളത് രണ്ടു പേരുടെയാണ്. ഇപ്പം 3ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും വേറൊരാളുടെ. അപ്പോൾ ഈ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഇപ്പം 3 പേരുടെ മക്കളാണ് ഈ സജിനയുടെ മക്കൾ ആയിട്ട് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എങ്ങനെയാണ് ഈ പലരുടെ കൂട്ടത്തിൽ പ്രേമിച്ചു, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് വിധേയമാവുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഈ അഴിഞ്ഞാടി നടക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഈ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ അയാൾക്ക് വളരെ സ്നേഹമാണെന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ ഈ വേലി ചാടി നടക്കുന്നവളുമാരെ വീണ്ടും അവരുടെ പണിക്ക് വിട്ടേക്കുക? നിങ്ങൾക്ക് വേറെ ലൈഫ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അല്ലാതെ ഇങ്ങനെ പലരുടെയും കൂട്ടത്തിൽ ഇങ്ങനെ കിടപ്പറ പങ്കിട്ട് ഈ പലരിലും മക്കളെ ജനിപ്പിച്ച് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ആളുകൾ വീണ്ടും പോകും. എത്ര പിടിച്ച് കിട്ടിയാലും അവർ നിൽക്കില്ല. ആ ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ സജിന എന്ന്. ഈ ഒരു ഓഡിയോ സന്ദേശം AI അല്ല, സത്യമാണെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമയായിട്ടാണ് തോന്നുന്നത്. ആദ്യമേ വിവാഹം കഴിച്ചു, അത് എന്താ പ്രശ്നമായി വേണ്ടെന്ന് വെച്ചു. രണ്ടാമതെന്തായാലും വിവാഹം കഴിച്ചു, അതും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ലാതെ അതും ഉപേക്ഷിച്ച് അതിലും കുട്ടികളുണ്ടായി, ആദ്യത്തേലും കുട്ടിയുണ്ടായി. പിന്നെ 3ാമത് വേറൊരു കുടുംബമായിട്ട് 2 മക്കളുടെ അപ്പനെ, ഒരു ഭാര്യയെ നിലവിൽ ഉള്ള സ്ഥിതിക്ക് എന്നിട്ട് അതിനെയും പോയി വശത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കാണുന്ന ആളുകളുടെ എല്ലാം പുറകെ, ആൽബത്തിൻ്റെ അഭിനയിക്കാൻ പോകുന്നിടത്ത് ഡയറക്ടറിൻ്റെ എല്ലാം പുറകെ നടക്കുന്ന ഒരു സ്വഭാവം. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ അവിഹിത കഥകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ സജിനയുടെ കാര്യം പറയുമ്പോൾ ഈ ഫിറോസ് ഖാൻ പറയുന്നത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെയും പ്രേമത്തിൻ്റെയും നീണ്ട ലിസ്റ്റാണ്. വിവാഹം കഴിച്ച് കുടുംബമായിട്ട് മക്കളായിട്ട് ജീവിച്ചിട്ടും ആ ഒരു ഇതിൽ സംതൃപ്തി അടങ്ങാതെ പലരിലേക്കും പോകുന്ന എന്താ പറയുന്ന വളരെ മോശപ്പെട്ട സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്തായാലും ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചിലർ പറയുന്നത് AI ആണെന്ന്. പക്ഷേ സത്യമാണെങ്കിൽ തെളിവ് സഹിതമാണ് ഫിറോസ് ഖാൻ ഇത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ റസൂലിൻ്റെയും അതുപോലെ തന്നെ ഈ സജിനയുടെയും. ഇപ്പോൾ സജിനയെ ഇത്രയും ആ ഒരു പോസ്റ്റ് ഇടാൻ തന്നെ കാരണം റസൂൽ ഇത് വേണ്ട എന്നുള്ള രീതിയിൽ അത് ഒഴിവാകാൻ ശ്രമിച്ചപ്പം ആ ഒരു അരിശം കൊണ്ടാണ് റസൂലിന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്.
അപ്പോൾ ആ ഒരു കുടുംബത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായപ്പോഴത്തേക്കിന് അദ്ദേഹം നൈസായിട്ട് വലിയാൻ നോക്കി. അന്നേരമാണ് ഈ സജിന പിടിവിടാതെ അത് ഇങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ പിന്നെ കളയാതെ നശിപ്പിക്കാതെ ആ ഒരു ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ആ ഒരു ഓഡിയോ സന്ദേശത്തിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. റസൂലിന് താല്പര്യമില്ല, അത് അയാളുടെ ഒരു ഒരു സ്റ്റെപ്പിനി എന്നൊരു രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അത്ര മാത്രമേ അയാൾ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷെ സജിന എന്നാൽ അത് പുളിങ്കൊമ്പത്ത് പിടിച്ച് ആ ഒരു പിന്നെ ബന്ധം ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടിയെ നശിപ്പിച്ചിട്ട് രണ്ടാമത് വീണ്ടും ആ ഒരു ബന്ധത്തിലേക്ക് പോയി രണ്ടാമതും ഗർഭിണിയാകണമെങ്കിൽ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റ് ആകേണ്ടി വന്നിരിക്കുന്നത് തന്നെ. എന്നിട്ട് അതിന് പറയുന്ന കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഈ സജിനയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ. അതായത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.